الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه ومن والاه أما بعد. സഹോദരങ്ങളെ, നമുക്ക് ജുസ് അമ്മയിൽ അടുത്തതായി പഠിക്കാനുള്ള സൂറത്തുൽ ഖാരിഅയാണ്. ഈ സൂറത്ത് മക്കിയാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. മുഫസ്സിരിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യം, മഖ്സിദ് എന്ന് പറയുന്നത്? ഈ സൂറത്തിൽ അഹ്വാലു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത, അതുപോലെ അന്ന് ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും, മുഅ്മിനീങ്ങളുടെയും കാഫിരീങ്ങളുടെയും അവസ്ഥ എന്തായിരിക്കും, ഈ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത്. അൽ ഖാരിഅതു മൽ ഖാരിഅ. എന്താണ് അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ? ഖറഅ എന്ന് പറഞ്ഞാൽ മുട്ടി, അടിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ചെരുപ്പ് നിലത്തടിക്കുന്ന ശബ്ദത്തിന് ഖറഉ അന്നിആൽ എന്നാണ് പറയാം. ഹദീസിൽ മയ്യത്തിനെ ഖബറടക്കിയിട്ട് ആളുകൾ തിരിച്ചു പോകുമ്പോൾ ആ ആളുകളുടെ കാലടി ശബ്ദം, ചെരുപ്പിൻ്റെ ശബ്ദം ഈ ഖബറാളി കേൾക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനുപയോഗിച്ച വാക്ക് ഖറഅ നിആലിഹിം, അവരുടെ ചെരുപ്പുകൾ നിലത്തടിക്കുന്ന ശബ്ദം എന്നാണ്. അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ പഴയ കാലത്തുള്ള ചെരുപ്പിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മരം കൊണ്ടായിരിക്കും, അപ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായി പിടിച്ചു കുലുക്കുന്ന തരത്തിൽ അടിക്കുന്നതിനും മുട്ടുന്നതിനുമൊക്കെ ഖറഅ എന്നുപയോഗിക്കും. ഇവിടെ ഖാരിഅ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഖിയാമത്തിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാൾ, അതിൻ്റെ ഒരു പേരാണ് അൽ ഖാരിഅ. എന്താണ് കാരണം? ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത അത് മനുഷ്യരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കും. ഈ ചെരുപ്പ് നിലത്തടിക്കുമ്പോൾ ആ നിലത്ത് നിന്ന് ശബ്ദമുണ്ടാകുന്നത് പോലെ, അവിടെ ചെറിയ രീതിയിലൊരു കുലുക്കം ഉണ്ടാകുന്നത് പോലെ വലിയ രൂപത്തിൽ മനുഷ്യരുടെ മനസ്സ് പിടിച്ച് കുലുക്കുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെല്ലാം പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകും. അന്ത്യദിനത്തിൽ പർവ്വതങ്ങൾ പൊടിയാകും. ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ് അൽ ഖാരിഅ എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാത്തിനെയും പിടിച്ചു കുലുക്കുന്ന സംഭവം. അപ്പോൾ ഈ സൂറത്ത് തുടങ്ങുന്നത് അന്ത്യനാളിൻ്റെ ഈ ഒരു പേര് പറഞ്ഞിട്ടാണ്, അൽ ഖാരിഅ എന്ന് പറഞ്ഞിട്ട്. അത് അതിൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരായത്ത് അതിൻ്റെ ഒരു പേര് മാത്രം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന പുസ്തകങ്ങളിൽ എന്ത് ചെയ്യുക, ആ പുസ്തകത്തിൻ്റെ പേര് അതിലെ വിഷയം മാത്രമായിരിക്കും, ഒറ്റൊരു വാക്കായിരിക്കും. അത്രയും പ്രധാനപ്പെട്ട സംഭവമാണെങ്കിൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സാധാരണ കമ്മ്യൂണിസ്റ്റ് ആയാലും മൂലധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഒരൊറ്റ വാക്കാണ് കിതാബിൻ്റെ പേര്. അതുപോലെ തന്നെ ഇപ്പോൾ വായിൽ വന്നൊരു ഉദാഹരണമാണ്, പിന്നെ നിങ്ങളെ മനസ്സിലുണ്ടാവും, ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് ഒറ്റ വാക്കിൽ ഒതുക്കും അതിൻ്റെ പേര്. അതതിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അൽ ഖാരിഅ, അങ്ങനെ പിടിച്ചു കുലുക്കുന്ന ആ സംഭവം. മൽ ഖാരിഅ, എന്താണ് ആ സംഭവം? ഈ ചോദ്യം എന്ത് ചോദ്യമാണ്? അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, തഫ്ഹീമിന് വേണ്ടി ചോദിക്കുന്നതാണ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ഖാരിഅത്ത് എന്ന് നിനക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത്. വമാ അദ്റാക മൽ ഖാരിഅ, വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒറ്റ വാക്കിൽ ഒരു തലക്കെട്ട് പോലെ പറഞ്ഞു, രണ്ടാമത് അതെന്താണ് എന്ന് ചോദിച്ചു, ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി, ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി. വീണ്ടും മൂന്നാമത് വമാ അദ്റാക മൽ ഖാരിഅ, ഈ പിടിച്ചു കുലുക്കുന്ന സംഭവം എന്താണെന്ന് നീ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് അറിയുക. മുമ്പ് നമ്മൾ പറഞ്ഞു വമാ അദ്റാക അല്ലെങ്കിൽ മാ അദ്റാക എന്ന പ്രയോഗം ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രയോഗിക്കുക. വമാ യുദ്രീക എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യങ്ങളായിരിക്കും. വമാ യുദ്രീക ലഅല്ല സഅത ഖരീബ്, അപ്പോൾ അന്ത്യദിനം അടുത്തായേക്കാം, അതിനെക്കുറിച്ച് എനിക്ക് എന്തറിയാം, അഥവാ എത്ര അടുത്താണ് എന്ന് എനിക്കറിയുമോ? അറിയില്ല എന്നർത്ഥം. എന്നാൽ വമാ അദ്റാക എന്ന് പറഞ്ഞതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നതായിരിക്കും. ഇമാം ഫറ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇക്കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ വമാ അദ്റാക്കയുമായി ബന്ധപ്പെട്ട് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇമാം റാഗിബ് അൽ അസ്ഫഹാനി, അതുപോലെ ഫൈറൂസ് അബാദി റഹിമഹുല്ലാഹ്, അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് മാ അദ്റാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അതെന്താണ് എന്ന് വിശദീകരിക്കും. അവിടെ തന്നെ വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയാമെന്ന് മാത്രമല്ല, അതെന്താണെന്ന് ആ തൊട്ടടുത്ത ആയത്തിൽ തന്നെ ഉണ്ടാകും. ഇവിടെ പറയുന്നത് പോലെ ഈ സൂറത്ത് പിന്നെ വിശദീകരിക്കുകയാണ്. അൽ ഖാരിഅത്ത് എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ സൂറത്ത്. വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാഷിൽ മബ്സൂസ്. ഇത് ഈ പറഞ്ഞതിനുള്ള ഉത്തരമല്ല. നമ്മൾ പരിഭാഷ വായിക്കുമ്പോൾ പിടിച്ചു കുലുക്കുന്ന ആ സംഭവം, എന്താണ് പിടിച്ചു കുലുക്കുന്ന ആ സംഭവം, അതെന്താണെന്നാണ് നിനക്ക്
അറിയുന്നത്, അത് മനുഷ്യൻ പാറ്റകളെപ്പോലെ ആയി മാറുന്ന ദിവസമാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത് നമുക്ക് തോന്നും. അങ്ങനെയല്ല. അറബി നഹ്വ് പഠിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ യൗമ എന്നുള്ളത് ഒരു ഗർഫാണ്, സമയം പറയുന്ന വാക്കാണ്. അപ്പോൾ മനുഷ്യനെ പാറ്റയെപ്പോലെ ഭാരമില്ലാത്തതാക്കുന്ന ആ അൽ ഖാരിയാത്ത്, അങ്ങനെയുള്ള ആ ദിവസം, അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്നാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കില്ല ഇവിടെ നേർക്കുനേരെ നോക്കുമ്പോൾ. എന്നാൽ ഈ ആയത്തുകളിലൊക്കെ അതിൻ്റെ ഉത്തരം ഉൾക്കൊള്ളുന്നുണ്ട്. അൽ ഖാരിയ എന്ന് പറയുന്നതിൻ്റെ അൽ ഖാരിയ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പിന്നീട് വരുന്ന ആയത്തുകളിലൊക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന ദിവസമായിരിക്കുമെന്ന്. പക്ഷെ നേർക്കുനേരെ അതിനുള്ള ഉത്തരമല്ല. യൗമ യകൂനുന്നാസു, എങ്ങനെയുള്ള ദിവസമാണത്? അന്നേ ദിവസം മനുഷ്യന്മാർ ആയി മാറും കൽ ഫറാഷ് പോലെ. ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ, പൂമ്പാറ്റ അല്ലെങ്കിൽ സാധാരണ പാറ്റ, എനിക്ക് ഈയാൻ പാറ്റ എന്ന് പറയുന്നത്, അതിനൊക്കെ ഫറാഷ് എന്ന് പറയും, രണ്ടിനും പറയും. ഈ ഫറാഷ് പോലെയാകും അല്ലെ. ഫറാഷും ഫിറാഷും രണ്ട് വാക്കാണ്. ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ. അൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരത്തപ്പെട്ട, അഥവാ ഈ പാറ്റകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ കാണുന്ന അവസ്ഥയാണ്. ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണും. ബസ്സ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ചു, പരത്തി എന്നൊക്കെയാണ് അർത്ഥം. അറബിയിൽ സാധാരണ ലൈവ് ബ്രോഡ്കാസ്റ്റിന് അൽ ബസ് അൽ മുബാഷിർ എന്ന് പറയാം. മുബാഷിർ എന്ന് പറഞ്ഞാൽ ലൈവ്, ബ്രോഡ്കാസ്റ്റിന് ബസ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണ്? സംസാരിക്കുന്ന സംസാരം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുകയാണ്. അതുപോലെ ഒരു സ്ഥലം മൊത്തം ഈ പാറ്റകളെ കൊണ്ട് നിറയും. അവരിങ്ങനെ പ്രചരിച്ച് ആ സ്ഥലത്ത് ഇങ്ങനെ പരന്ന് അവിടെ മുഴുവനും പാറ്റകളായി മാറും. അങ്ങനെ മനുഷ്യന്മാരായി മാറും. അപ്പോൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ, അന്ന് ഖബറുകളിൽ നിന്ന്, അജ്ദാസ് എന്ന് പറഞ്ഞാൽ ജദസുൻ എന്ന് പറയുന്ന ജമ, ജദസ് എന്ന് പറഞ്ഞാൽ ഖബർ, ഖബറുകളിൽ നിന്ന് മനുഷ്യന്മാർ എഴുന്നേറ്റ് വരും സിറാഅൻ, ധൃതിപ്പെട്ടുകൊണ്ട്, കഅന്നഹും ഇലാ നുസുബിൻ യൂഫിലൂൻ, ഒരു ഓട്ടമത്സരം പോലെ, ഒരു കുറ്റി വെച്ചിട്ട് അതിലേക്ക് ആരാണ് ആദ്യം എത്തുക എന്ന് മത്സരിക്കുന്നത് പോലെ അവർ ഓടി വരും. അപ്പോൾ മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എത്ര ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ട്? കോടാനുകൂടി മനുഷ്യന്മാർ അല്ലേ. നമുക്ക് ഇന്ന് അറിയുന്ന മക്ബറകൾ തന്നെ ലോകത്ത് കോടിക്കണക്കിന് മക്ബറകൾ ഉണ്ടാവും. അതിന് പുറമെ ഓരോ കാലഘട്ടത്തിലും ഖബറുകൾ ഉണ്ടായിരുന്നു, മക്ബറകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മരിച്ചു കിടക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് സങ്കല്പിക്കാവുന്നതിലപ്പുറത്തായിരിക്കും. ഈ മനുഷ്യരെല്ലാം എഴുന്നേറ്റ് വരുന്ന രംഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അവർ ഈയാൻ പാറ്റകളെ പോലെ അത്രയധികം മനുഷ്യന്മാരുണ്ടാവും എന്നർത്ഥം. അങ്ങനെ ഓടി നടക്കും. വ തകൂനുൽ ജിബാലു, അതുപോലെ പർവ്വതങ്ങൾ ആയി മാറും കൽ ഇഹ്നിൽ മൻഫൂഷ്, എഹ്ന് പോലെ. എഹ്ന് എന്ന് പറഞ്ഞാൽ സൂഫ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രോമം, അതിനെന്താ പറയുക മലയാളത്തിൽ? ഈ കമ്പിളി അല്ലേ, കമ്പിളി. കൽ ഇഹ്നി അൽ മൻഫൂഷ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ മബ്സൂസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ആകെ കൂടിക്കുഴഞ്ഞ അല്ലെങ്കിൽ ചെതറിയ എന്നൊക്കെ പറയാം. ഖുർആനിൽ വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക് മൻഫൂഷ് എന്നുള്ളതിൻ്റെ മറ്റൊരു രൂപം. സൂറത്ത് അംബിയായിൽ വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം. കുറേ അമ്പിയാക്കളുടെ ചരിത്രം പറയുമ്പോൾ അതിൽ ദാവൂദ് സുലൈമാൻ അലൈഹിമസ്സലാം അവരുടെ ചരിത്രത്തിലെ ഒരു സംഭവം എടുത്ത് പറയുകയാണ്. അവർ രണ്ടുപേരും ഒരു കേസിൽ വിധി പറഞ്ഞ സംഭവം. അപ്പോൾ രണ്ട് പരാതിക്കാർ വന്നു. അപ്പോൾ ഒരാൾ പരാതി പറയുകയാണ് മറ്റേയാളെക്കുറിച്ച്. എന്താണ്? ഒരാളുടെ തോട്ടത്തിൽ കയറി മറ്റേ ആളുടെ ഒരു കൂട്ടം ആടുകൾ ഇയാളുടെ തോട്ടത്തിൽ കയറി ചവിട്ടി മരിച്ച് ആകെ നശിപ്പിച്ചു, അയാളുടെ വിളവുകൾ നശിപ്പിച്ചു. അപ്പോൾ ആദ്യം ദാവൂദ് അലൈഹി ഇസ്ലാമിനോടാണ് കേസ് പറയുന്നത്. ഉപ്പ ദാവൂദ് അലൈഹി ഇസ്ലാമാണല്ലോ. അപ്പോൾ അദ്ദേഹം വിധിച്ചു, എന്ത്, ഈ ആടിനെ മറ്റേ ആൾക്ക് എടുക്കാം, അയാളുടെ കൃഷി നശിപ്പിച്ചതുകൊണ്ട് ആ കൃഷിഭൂമിയുടെ ഉടമക്ക് ഈ ആടിനെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് കഴിഞ്ഞ് ഇവർ പിരിഞ്ഞു പോകുന്ന വഴിക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോടു കൂടി വിവരം പറഞ്ഞു. അപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കുറച്ചുകൂടി ബുദ്ധിപരമായി അതിൽ വിധി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ്, ഈ കൃഷി വിളവുകൾ എത്ര നശിപ്പിച്ചിട്ടുണ്ടോ അത് കുറവായിരിക്കും, പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നിസ്സാര സാധനങ്ങളായിരിക്കും, ആടിന് വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിലൊരു ചെറിയ അനീതിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഈ ആടിൻ്റെ ഉടമ, ഇത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല, സാന്ദർഭികമായിട്ട് പറയുന്നത്, ആടിൻ്റെ ഉടമ എന്ത് ചെയ്യണം? ഇയാളുടെ തോട്ടം ശരിയാക്കി കൊടുക്കണം, അത് രണ്ടാമത് കൃഷി ചെയ്ത് ശരിയാക്കി കൊടുക്കണം. അത്രയും കാലം ഈ ആടിനെ മറ്റേ ആൾക്ക് വെക്കാം, അത്രയും കാലമുള്ള പാലൊക്കെ അയാൾക്ക് എടുക്കാം.
അത് കഴിഞ്ഞ് കൈമാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഫഫഹംനാഹ സുലൈമാൻ അലൈഹി സ്വലാമിന് നാം ഫഹം കൊടുത്തു എന്ന് അള്ളാഹു തആല പറഞ്ഞത്. പിന്നീടുള്ള ആയത്തുകളിലൊക്കെ ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ ഫضലുകളാണ് പറയുന്നത്. കാരണം ഈ സംഭവത്തിൽ നിന്ന് ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ ഒരു ന്യൂനത ആയതുപോലെ മനസ്സിലാക്കരുത് എന്ന നിലയ്ക്ക് ദാവൂദ് അലൈഹി സ്വലാമിൻ്റെ മഹത്വവും അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത നിഅമത്തുകളൊക്കെയാണ് പിന്നെ എടുത്ത് പറയുന്നത്. നമ്മുടെ വിഷയം നഫഷത്ത് എന്നുള്ള വാക്കാണ്. ഇത് നഫഷത്ത് ഫീഹി, ഈ കന്നുകാലികൾ ആടുകൾ ആ തോട്ടത്തിൽ കയറി ചവിട്ടി മെതിച്ചതിനാണ് നഫഷ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറേ പഞ്ഞി, കമ്പിളി എന്ന് പറഞ്ഞാൽ പഞ്ഞികളാണ്, ഈ മൃഗത്തിൻ്റെ രോമം, അതുകൊണ്ട് വസ്ത്രമൊക്കെ ഉണ്ടാക്കുന്ന, കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കുന്ന സാധനം, അതിങ്ങനെ കുന്നുകൂട്ടിയിട്ടാൽ എന്നിട്ട് അതിങ്ങനെ ചവിട്ടി മെതിച്ച് പറന്ന് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വളരെ ഭാരം കുറഞ്ഞ വസ്തുവാണ്, കുറേ അളവുണ്ടാകും, അതിങ്ങനെ പറന്ന് നടക്കുന്നു. ഇതുപോലെയാകും എന്ത് പർവ്വതങ്ങൾ. തെക്കൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. ഇപ്പോൾ പർവ്വതങ്ങളെക്കുറിച്ച് നമ്മൾ സൂറത്ത് നബയിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പർവ്വതങ്ങളുടെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്, അന്ത്യനാളിൽ സംഭവിക്കുന്നത്. ആദ്യം അതിനെ പൊടിച്ച് കളയും, പൊടിയാക്കി മാറ്റും, പിന്നെ ഈ പൊടി പറന്ന് നടക്കുന്ന അവസ്ഥ ഉണ്ടാകും, പിന്നെ അതൊന്നുമല്ലാതായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലെ ഈ രണ്ടാമത്തെ ഘട്ടമാണ്, പർവ്വതങ്ങളൊക്കെ പൊടിയായി മാറി പറന്ന് നടക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അന്നേ ദിവസം ആരാണോ അവൻ്റെ മീസാനുകൾക്ക് കനം തൂങ്ങിയത്. മീസാനുകൾ എന്ന് പറയാൻ കാരണം എന്താ? മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ് അല്ലെ, വസ്ന് എന്ന് പറഞ്ഞാൽ ഭാരം നോക്കുന്ന ഉപകരണമാണ് മീസാൻ. ഇസ്മു അൽ ആലത്താണ്, ഉപകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ സർഫിൽ പഠിച്ചിട്ടുണ്ട് ഇസ്മുൽ ആല, അതാണ് മീസാൻ. അപ്പോൾ ആരുടെ മീസാനാണോ കനം തൂങ്ങിയത്. ഇവിടെ മീസാനിന് മവാസീൻ എന്ന് പറയാൻ കാരണം എന്താ? ബഹുവചനമായിട്ട് പറയാൻ കാരണം പല കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പലതരത്തിലുള്ള മീസാനുകളുണ്ട്. മനുഷ്യൻ്റെ അമലുകൾ തൂക്കും, മനുഷ്യനെ തന്നെ തൂക്കും, അമലുകൾ എഴുതിയ ഏടുകൾ തൂക്കും. അപ്പോൾ 3 തരത്തിലുള്ള മീസാനുകളുണ്ട് ഓരോ ആളുകൾക്കും. അതാണ് കാരണം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, മറ്റുള്ള പല കാരണങ്ങളും, അമലുകൾ ധാരാളം ഉണ്ടാകും, അതുകൊണ്ട് മവാസീൻ എന്ന് ഉപയോഗിച്ചതാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ആരുടെ മീസാനാണോ കനം തൂങ്ങിയത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വാലിഹായ അമലുകൾ കൂടുതൽ ചെയ്തത് ആരാണോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് തൂക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അതിൽ നന്മയും തിന്മയും തൂക്കി നോക്കിയിട്ട് നന്മക്കനുസരിച്ച പ്രതിഫലവും തിന്മയാണ് കൂടുതലെങ്കിൽ ശിക്ഷയും വരാൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് പേടിയുണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, ആരുടെ മീസാനാണോ കനം തൂങ്ങിയത്. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ആ മീസാനിലുണ്ടാവും. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതുപോലെ വവുദിഅ അൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ. ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് മനുഷ്യർ പറയും. അങ്ങനെ തൂക്കി കഴിഞ്ഞതിന് ശേഷം ഫഹുവ ഫി ഈശത്തിൻ റാദിയ, ആരാണോ അവൻ്റെ അമലുകൾ, സ്വാലിഹായ അമലുകൾ കനം കൂടുന്നത്, ഫഹുവ ഫി ഈശത്തിൻ റാദിയ, അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഇപ്പോൾ റാദിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഫായിലാണോ ഇസ്മുൽ മഫൂലാണോ? ഇസ്മുൽ ഫായിലാണ്. റാദിയ ഫായിൽ എന്നുള്ള രൂപത്തിലാണ്. റാദി ഫായിൽ. പക്ഷേ ഇസ്മുൽ ഫായിൽ ചിലപ്പോൾ ഇസ്മുൽ മഫൂലായിട്ട് ഉപയോഗിക്കും. അർത്ഥം ഇസ്മുൽ മഫൂലിൻ്റെ അർത്ഥമായിരിക്കും, വാക്ക് ഇസ്മുൽ ഫായിലായിരിക്കും, പക്ഷേ അർത്ഥം ഇസ്മുൽ മഫൂലാണ്. അങ്ങനെയുള്ള വാക്കാണിത് എന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ തഫ്സീറുകളിലും, ഭാഷാപരമായ തഫ്സീറുകളിലൊക്കെ അതാണ് പറയുന്നത്. ഇസ്മുൽ ഫായിൽ ബിമാന ഇസ്മുൽ മഫൂൽ, അതാണ് ഫഹുവ ഫി ഈശത്തിൻ റാദിയ. അപ്പോൾ സ്വർഗത്തിലെ ജീവിതം തൃപ്തികരമായ ജീവിതമായിരിക്കും. ഈശത്തുൻ റാദിയ എന്ന് പറഞ്ഞാൽ ഈശത്തുൻ മർദിയ എന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ യാതൊരു പരാതി ഉണ്ടായിരിക്കില്ല. ആലോചിച്ച് നോക്കൂ സ്വർഗത്തിലെ അവസ്ഥ. എല്ലാവർക്കും യാതൊരു പരാതിയുമില്ലാത്ത ജീവിതം. ഇപ്പോൾ ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ പരാതികളുണ്ട്, പരാതി തീരുന്നില്ല. മുമ്പ് നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനെ നമ്മൾ കണ്ടാൽ അയാളോട് ചോദിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കില്ലാത്ത പ്രശ്നങ്ങളായിരിക്കും അയാൾക്കുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളതിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങളായിരിക്കും അയാൾക്കുണ്ടാവുക. ആൾ വലുതാവുന്നതനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ വലുതാവും. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനോട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മുടെ ജീവിതം പിന്നെ ആകെ വിഷമത്തിലാവും അയാളുടെ വിഷമങ്ങൾ കേട്ടാൽ. നമുക്ക് ഉള്ള വിഷമം ചെറുതായിരിക്കും, ഒരു വീട് വേണം, വാഹനം വേണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അവർക്കതിലും വലിയ വിഷമങ്ങളുണ്ടാവും. അപ്പോൾ ദുനിയാവിൽ പരാതി അവസാനിച്ചിട്ടുള്ള ഒരവസ്ഥയില്ല. തുബിഅത് അലാ കദരിൻ വ അൻത തുരീദുഹ സ്വഫ്വൻ, ഒരു കവിതയിൽ വന്നിട്ടുള്ള പ്രയോഗമാണ്. ദുനിയാവ് തുബിഅത് അലാ ഖദരിൻ, ഖദർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ കലങ്ങിയ അവസ്ഥ, വെള്ളത്തിൽ കുറേ പൊടിയൊക്കെ ആയിട്ടുള്ള അവസ്ഥ, അങ്ങനെ ഒരു ഖദറിൻ്റെ അവസ്ഥയിലാണ് ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ അവസ്ഥയിലാണ് ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അൻത തുരീദുഹ സ്വഫ്വൻ,
നീ അത് തെളിഞ്ഞതായി കിട്ടാൻ ആഗ്രഹിക്കുന്നു, അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പിന്നെ ബാക്കി വരികൾ. അപ്പോൾ അതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. ദുനിയാവിൽ പരാതികൾ കഴിഞ്ഞ അവസ്ഥ ഉണ്ടാവുകയില്ല ഒരാൾക്ക്. ദവാമുൽ ഹാൽ മിനൽ മുസ്തഹീൽ മിനൽ മുസ്തഹീലാത്ത് എന്നൊക്കെ പറയാം അറബിയിൽ. അസംഭവ്യമായ കാര്യമാണ് ദുനിയാവിൽ ഒരേ അവസ്ഥ നിലനിൽക്കുക എന്നുള്ളത്. അതായത് നല്ലൊരവസ്ഥയിൽ നമ്മളെത്തി, പ്രയാസങ്ങൾ ഒക്കെ ഇല്ലാതെയായി, തൊട്ടുടനെ തന്നെ ആ അവസ്ഥ മാറും. ഒരു തൃപ്തികരമായ പരിപൂർണമായ തൃപ്തിയുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത്, ഫി ഈശത്തിൻ റാദിയ, തൃപ്തികരമായ ജീവിതം. ഒരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, ലാ യുഖ്റജൂന മിൻഹ ലാ യമസ്സുഹും ഫീഹ നസബുൻ, ക്ഷീണം അവരെ ബാധിക്കുകയില്ല. ലാ യമസ്സുഹും ഫീഹ നസബുൻ വമാ ഹും മിൻഹ ബിമുഖ്റജീൻ, അവരതിൽ നിന്ന് പുറത്താവുകയുമില്ല. അപ്പോൾ ശാശ്വതമായ സുഖം എന്നുള്ളത് സ്വർഗ്ഗത്തിൽ മാത്രം, പരിപൂർണമായ തൃപ്തികരമായ ജീവിതം എന്നുള്ളത് സ്വർഗ്ഗത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ദുനിയാവിലത് അസംഭവ്യമാണ്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്, മൻ യദ്ഖുലുൽ ജന്ന, ആരാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, യൻഅമു വലാ യബ്അസ്, അവൻ സുഖിക്കും ദുഃഖിക്കുകയില്ല. ലാ തബ്ലാ സിയാബുഹു വലാ യഫ്നാ ശബാബുഹു, അവൻ്റെ വസ്ത്രങ്ങൾ നുരുമ്പുകയില്ല, അവൻ്റെ യുവത്വം നശിക്കുകയില്ല. അപ്പോൾ എന്നും യുവത്വം. ദുനിയാവിൽ ആലോചിച്ച് നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞ ഭരണാധികാരിയോ സമ്പന്നനോ ആരാവട്ടെ, എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, അവർക്കിനി ഒരു പരാതി ഇല്ല എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെ ഈ പറഞ്ഞ കാര്യം, ശബാബ്, അവരുടെ യുവത്വം അത് തീർന്നിട്ടുണ്ടാവും. ഭരണാധികാരിക്കാവുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ യുവത്വമൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ ഓരോ ദിവസവും അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ദുനിയാവ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ തീർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ് ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി, ഒരാൾ 21 വയസ്സാവുന്നതോടുകൂടി മരിക്കാനുള്ള ലക്ഷണങ്ങൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. അള്ളാഹു അല്ല ശരിയാണോന്നറിയില്ല, വിശ്വസനീയമായൊരു സ്ഥലത്ത് വായിച്ചതാണ്. 21 വയസ്സായ ഒരാൾക്ക് ഒരു വർഷം 1 ഗ്രാം വെച്ച് അയാളുടെ തലച്ചോറ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ മരണത്തിലേക്കുള്ള ഒരു എന്താ പറയുക, കുറച്ച് വേഗം കുറവാണെന്നുള്ളൂ, സ്ലോ ആയി നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ ദുനിയാവെന്ന് പറയുന്നത്, മരണത്തിലേക്കുള്ളൊരു യാത്ര, അത് മാത്രമാണ്. എന്നാൽ സ്വർഗ്ഗത്തിൽ വലാ യഫ്നാ ശബാബുഹു, മരിക്കയില്ലെന്ന് മാത്രമല്ല അവൻ്റെ യുവത്വം തീർന്നു പോകുകയില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മാ ശബ്ബഹ്തു അശ്ശബാബ ഇല്ലാ ബിശൈഇൻ കാന ഫി കുമ്മി സുമ്മ സഖത്ത്. യുവത്വത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇമാം അഹ്മദിൻ്റെ അനുഭവം പറയാണ്. എൻ്റെ യുവത്വം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഒരു ഉപമ. എൻ്റെ പോക്കറ്റിൽ, കുമ്മ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പോക്കറ്റിന് പകരം ഉപയോഗിച്ചിരുന്നത് വസ്ത്രത്തിൻ്റെ ഈ ഭാഗമാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അള്ളാഹു അലം, ചിലപ്പോൾ മടക്കി വെക്കുകയാണോ, വേറെ വല്ല രീതി ഉണ്ടായിരുന്നെന്നറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വിശാലമായ കുപ്പായ കൈ ആയിരിക്കും, അതിലിട്ടിട്ട് ചുരുട്ടി മടക്കി വെക്കുന്നുണ്ടാവും എന്തെങ്കിലും വസ്തുക്കളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സാധനം കയ്യിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ മുണ്ടെടുക്കുന്ന ആൾക്കാർ മുണ്ടിലൊക്കെ സാധനങ്ങൾ പോക്കറ്റ് പോലെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ആയിരിക്കാം. അങ്ങനെ എന്തോ ഒരു വസ്തു എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അറിയാതെ അത് വീണ് പോയി കയ്യിൽ നിന്ന്. അതുപോലെയാണ് എനിക്ക് യുവത്വത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ഇമാം അഹ്മദ് പറയുന്നത്. ഞാൻ എവിടെ വീണ് പോയതെന്ന് അറിയില്ല, പെട്ടെന്നത് അപ്രത്യക്ഷമായി, അത്രയേ ഉള്ളൂ. എന്ന സ്വർഗ്ഗത്തിൽ ലാ യഫ്ന ശബാബുഹു. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ സഈദ് അൽ ഖുദരിയും അവരെന്നൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യുനാദി മുനാദിൻ, ഒരാൾ വിളിച്ചു പറയും സ്വർഗ്ഗത്തിൽ, സ്വർഗ്ഗാവകാശികൾ സ്വർഗ്ഗത്തിലെത്തിയാൽ അവിടെ വെച്ച് വിളിച്ചു പറയപ്പെടും, ഇന്നലക്കും അൻ തസിഹു, നിങ്ങൾക്ക് ഇനി ആരോഗ്യത്തോടെ ജീവിക്കാം, ഫലാ തസ്ഖമു അബദ, ഒരിക്കലും നിങ്ങൾക്ക് ഇനി രോഗങ്ങൾ ഉണ്ടാവുകയില്ല, വ ഇന്നലക്കും അൻ തഈഷു ഫലാ തമൂതു അബദ, നിങ്ങൾക്കിനി ജീവിക്കാം, മരണമില്ല, വ ഇന്നലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദ, നിങ്ങൾക്ക് യുവാക്കളായിരിക്കാം, ഒരിക്കലും വാർദ്ധക്യം നിങ്ങളെ ബാധിക്കുകയില്ല എന്ന് സ്വർഗ്ഗത്തിൽ വിളിച്ചു പറയും എന്നൊരു ഹദീസിൽ കാണാം. അപ്പോൾ ഇതാണ് സ്വർഗ്ഗത്തിൻ്റെ പ്രത്യേകത, ഫി ഈശത്തിൻ റാദിയ, പരിപൂർണമായ തൃപ്തിയുള്ള ജീവിതമായിരിക്കും സ്വർഗ്ഗത്തിലുണ്ടാവുക. വ അമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ മീസാനാണോ കനം കുറയുന്നത്, നേരെ തിരിച്ച്. അല്ലെ, ഖുർആനിൽ നിരവധി സ്ഥലത്ത് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണിത്, 2 തരം മീസാനുകളെക്കുറിച്ച്. സൂറത്തുൽ ആറാഫിൽ, സൂറത്തുൽ മുഅ്മിനൂനിൽ ഒക്കെ ഈ കാര്യം പറയുന്നത് കാണാം. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, സൂറത്തുൽ മുഅ്മിനൂനിൽ. അപ്പോൾ ആ രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വമൻ ഖഫ്ഫത് വ അമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, എന്നാൽ ആരുടെ മീസാനാണോ കനം കുറഞ്ഞത്,
ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയത്തായിരിക്കും. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഒരു പേരാണ്. ഹാവിയത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറബിയിൽ നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കൊല്ലി എന്ന് പറയില്ല. കൊല്ലി എന്താ കൊല്ലി എന്ന് പറഞ്ഞാൽ മലകൾക്കിടയിലുള്ള ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം ആണ്. രണ്ട് മലകൾക്കിടയിൽ ഉള്ള ആഴത്തിലുള്ള സ്ഥലം ആണ് ഹാവിയത്ത് എന്ന് പറയാം. അവിടെ വീണാൽ മരിക്കും. നമ്മൾ ഈ ചുരങ്ങളിലൊക്കെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള അഗാധമായ ഗർത്തം, അതിനാണ് ഹാവിയത്ത് എന്ന് പറയുക. എന്തുകൊണ്ടാണ് നരകത്തിന് ആ പേര് വന്നത്? നരകം അത്രയും ആഴമുള്ളതാണ്, അത്രയും താഴ്ചയുള്ളതാണ് നരകം. മുമ്പൊരു ഹദീസിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശബ്ദം കേട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എത്ര വർഷം മുമ്പ് എറിഞ്ഞ കല്ലാണ്? 1 വർഷം, 70 വർഷം. 70 വർഷം മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞൊരു കല്ല് താഴെ എത്തിയ ശബ്ദമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അത്രയും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല, നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും അഗാധമായ ഗർത്തമാണ് നരകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുലാസ് ഭാരം കുറഞ്ഞവൻ്റെ സങ്കേതം, അമലുകളില്ലാത്തവൻ്റെ സങ്കേതം ഹാവിയ, അത് ഹാവിയത്തായിരിക്കും. വമ അദ്റാക മാ ഹിയ, ഈ ഹാവിയത്ത് എന്ന് പറയുന്നത് എന്താണ്, അതെന്താണെന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. വീണ്ടും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ചോദ്യമാണ്. നോക്കൂ നിങ്ങൾ, മാ അദ്റാക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം അടുത്ത് തന്നെ ഉണ്ടാവും. നാറുൻ ഹാമിയ, അത് തീഷ്ണമായ കടുത്ത ചൂടുള്ള നരകത്തീയാകുന്നു, നാറാകുന്നു. അപ്പോൾ ഇവിടെ 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, തുലാസ് കനം കുറഞ്ഞ ആളുകളെന്ന് പറയുമ്പോൾ അതിൽ മുഅ്മിനീങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരും നരകത്തിൽ പോകുന്നതാണോ? പാപങ്ങളാണ് കൂടുതൽ എങ്കിൽ അതിനുത്തരം മുഫസ്സിരീങ്ങൾ പറയുന്നത്, മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ അവൻ്റെ സങ്കേതമായി, ശാശ്വതമായ സങ്കേതമായി മാറുകയില്ല നരകം, അത് കാഫിര്യങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. മറ്റൊരു ചോദ്യം, അതിനു മുമ്പ് ഉമ്മുഹു ഹാവിയ എന്ന് പറഞ്ഞു. ഈ സങ്കേതം എന്ന അർത്ഥത്തിൽ, മുസ്തഖർ, ഒരാളുടെ അഭയസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ ഉമ്മുഹു, അവൻ്റെ ഉമ്മ എന്നാണ് ഉപയോഗിച്ച വാക്ക്. ഉമ്മ എന്നാണ് ഉമ്മ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കുട്ടികൾക്ക് അവരുടെ അഭയമാണ് ഉമ്മമാരെന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ നേരം ഉമ്മ എന്നാണ് വിളിക്കുക. ഉമ്മ അടുത്തില്ലെങ്കിലും ഉമ്മ എന്ന് വിളിച്ചോ, വലിയ ആൾക്കാരും വിളിക്കും. കാരണം ചെറുപ്പത്തിൽ ശീലിക്കുന്ന എന്താണ്, പ്രശ്നം വന്നാലും ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ടാണ് ശീലം. അപ്പോൾ അതങ്ങനെ ശീലിച്ചിട്ടാണ് എത്ര ശക്തനാണെങ്കിലും അടി കിട്ടുമ്പോൾ ഉമ്മ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയെന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു അഭയകേന്ദ്രമാണ് ഉമ്മ എന്ന് പറയുന്നത്. ഇവരുടെ അഭയകേന്ദ്രം, അവരുടെ സങ്കേതം, ശാശ്വതമായി അവർ കഴിയുന്ന സ്ഥലം നരകമായിരിക്കും. മറ്റൊരു ചോദ്യം, നമ്മൾ പറഞ്ഞു നരകത്തിന് ഇവിടെ ഹാവിയത്ത് എന്നുള്ളൊരു പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നഹവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നഹവ് പഠിച്ച ആൾക്കാർക്ക് അവരോടുള്ള ചോദ്യമാണ്. ഈ ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ പേരാണെങ്കിൽ, നമ്മൾ മംനൂ മിന സർഫ് എന്ന് പറഞ്ഞൊരു സംഗതി ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻവീന് വരാത്ത ഇസ്മുകൾ, നമ്മൾ വേറെ എവിടെന്നെങ്കിലുമൊക്കെ അറബി നഹവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടാവും. ഗൈർ മുൻസരിഫായിട്ടുള്ള ഇസ്മുകൾ, തൻവീനല്ല. അതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. ഏതൊക്കെ കാരണങ്ങൾ വന്നാലാണ് ഒരു ഇസ്മിന് തൻവീനില്ലാതെ ആവുക എന്നുള്ളതൊക്കെ നമ്മൾ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു, വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൽപ്പെട്ട ഒരു കാരണമാണ് അൽ അലമുൽ മുഅന്നസ്, സ്ത്രീലിംഗം ആയിട്ടുള്ള പേരുകൾ, വ്യക്തികളുടെ, സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ സ്ത്രീലിംഗവും ഒരു വസ്തുവിൻ്റെ പേരുമായിരിക്കുക. ഈ 2 അവസ്ഥ വന്നാൽ, 3-ൽ കൂടുതൽ അക്ഷരം ഉണ്ടെങ്കിൽ, 3 അക്ഷരമാണ് ഈ പ്രശ്നമല്ല, 3-ൽ കൂടുതൽ അക്ഷരമുള്ള അലമുൽ മുഅന്നസ് ആണെങ്കിൽ അത് ഗൈർ മുൻസരിഫായിരിക്കും. അഥവാ തെൻവീൻ ഉണ്ടാവില്ല. ആയിഷത്തു, ഫാത്തിമത്തു എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഹാവിയത്തു എന്നല്ലേ പറയേണ്ടത്. ഫഉമ്മുഹു ഹാവിയത്തുൻ എന്ന് തെൻവീനോടെ പറയാൻ കാരണം എന്താ? അതിന് പല കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവർ പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ നരകത്തിൻ്റെ ഒരു പേര് എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഫഉമ്മുഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫഉമ്മുഹു ഹാവിയ എന്ന് പറഞ്ഞാൽ ഉമ്മു റഅ്സിഹി, അതായത് നമ്മൾ മൂർധാവ് എന്ന് പറയുന്നതിന് അറബിയിൽ ഉമ്മു റഅ്സിഹി എന്ന് പറയും. ഒരാളുടെ തലയുടെ ഈ മുൻഭാഗം, അതിന് ഉമ്മു റഅ്സ് എന്ന് പറയും. അപ്പോൾ അവൻ്റെ തല ഹാവിയത്തുൻ, അത് വീഴുന്നതാണ്. ഹവ യഹ്വി എന്നുള്ളതിൻ്റെ ഇസ്മുൽ ഫായിലാണല്ലോ ഹാവിയത്ത് എന്നുള്ളത്. അവൻ്റെ തല വീഴുന്ന പറഞ്ഞാൽ അവൻ തല കുത്തി വീഴുന്ന അർത്ഥം. ആ അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. മറ്റു ചിലർ
അറബിയിലൊരു പ്രയോഗം ഉണ്ടല്ലോ, ഒരാൾ നശിച്ചു പോയാൽ സക്കിലത്ഹു ഉമ്മുഹു എന്ന് പറയും. അവൻ്റെ ഉമ്മ മകനില്ലാത്ത അവസ്ഥയിലായി, മകൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി, അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഉള്ളതിന് സക്കിലത്ത് ക ഉമ്മുക എന്നൊക്കെ പറയാം അറബിയിൽ. അപ്പോൾ ഇവിടെ അതേ അർത്ഥത്തിലാണ്, അവൻ്റെ ഉമ്മ മകൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായി അഥവാ മകൻ നരകത്തിൽ പോയ അവസ്ഥയിലായി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങൾ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ ആശയങ്ങൾ. ഇതിൻ്റെ ഖുലാസ എന്താണ്? പരലോകത്ത് മനുഷ്യർ രണ്ടവസ്ഥയിലായിരിക്കും. മീസാൻ കനം തൂങ്ങിയവരും, അമലുകളുടെ സാലിഹായ അമലുകളുടെ ആ ഭാഗത്ത് കനമുള്ളവരും, ഒമൻ ഖഫത്ത് മവാസീനുഹു, നേരെ തിരിച്ച് സാലിഹായ അമലുകൾ ഭാരം കുറഞ്ഞവരും. ഇതിലേതിലാണ് നമ്മൾ ഉൾപ്പെടുക എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പോകും അവസാനം. പക്ഷേ ആദ്യം പ്രവേശിക്കുന്ന, നരകശിക്ഷ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ആരാണ്? തൗഹീദുള്ള, അതുപോലെ തന്നെ അമലുകൾ, സാലിഹായ അമലുകൾ പാപങ്ങളെക്കാൾ കൂടുതലുള്ള ആളുകൾ. അതിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ മീസാനിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഈ സംസാരം, ഇരിക്കുന്ന ഇരുത്തം, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ അടുത്ത സൂറത്തിൽ കൂടുതൽ വിശദീകരിക്കുക ഈ ദുനിയാവിൻ്റെ ഈ അമലുകളിൽ നിന്ന് അശ്രദ്ധയിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവൾ പറയാം. അപ്പോൾ ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ തഫ്സീർ. അടുത്ത സൂറത്തു തക്കാസുർ. ഇതും മക്കിയായ സൂറത്താണ്. ഇജ്മാ ഉണ്ട് അക്കാര്യത്തിൽ, മുഫസ്സിരിങ്ങൾക്കിടയിൽ തർക്കമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത് തക്കാസുർ. ഈ സൂറത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അമലുകളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന, തടസ്സമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സൂറത്തുകൾ തമ്മിൽ ബന്ധമുണ്ട്. കഴിഞ്ഞ സൂറത്തിൽ മീസാനെ കുറിച്ച് പറഞ്ഞു. ആ മീസാനിൽ കനം കുറയാൻ കാരണമാകുന്ന ചില തടസ്സങ്ങളെക്കുറിച്ച്, പ്രതിബന്ധങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത്. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. തക്കാസുർ. തക്കാസുർ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടാവാനുള്ള ശ്രമം, എനിക്ക് കൂടുതലായിരിക്കണം എന്നുള്ള താല്പര്യം, അതിനുവേണ്ടിയുള്ള പരിശ്രമം, അതാണ് തക്കാസുർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സമ്പത്ത് കൂടുതൽ വേണം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമ്പത്ത് വേണം, മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധികാരം വേണം, സ്ഥാനം വേണം, പ്രശസ്തി വേണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ലഹു എന്ന് പറഞ്ഞാൽ അൽ ഇഷ്തിഗാലു ബിശ്ശൈഇ അനിശ്ശൈഇ, ഒരു കാര്യത്തെ വിട്ട് മറ്റൊരു കാര്യത്തിൽ മുഴുകുക, അതാണ് ലഹു എന്ന് പറയാം. മനസ്സുകൊണ്ട് ഇഷ്തിഗാലുൽ കൽബി ബിശ്ശൈഇ അനിശ്ശൈഇ, ഒരു കാര്യം മനസ്സിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് വ്യാപൃതമാവുക, അതിനാണ് ലഹു എന്ന് പറയാം ഭാഷയിൽ. അപ്പോൾ ഖുർആനിൽ പരലോകത്തെക്കുറിച്ച് മനുഷ്യൻ അശ്രദ്ധയിലാകുന്നതിനെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ലഹു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ആയത്ത് ഉദാഹരണം വേറെ എവിടെയാണ്? അറിയപ്പെട്ട ആയത്താണ്, നമ്മൾ എല്ലാ ആഴ്ചയും കേൾക്കുന്ന മുനാഫിഖുൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, സമ്പത്ത്, മക്കൾ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. അപ്പോൾ ലഹു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ട്, ചില മുഫസ്സിരിങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? എന്തുകൊണ്ട് ഷുഗൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല? ലാ യഷ്ഗൽക്കും അംവാലുക്കും വലാ ഔലാദുക്കും, അല്ലെങ്കിൽ അഷ്ഗലക്കും അത്തക്കാസുർ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഷുഗൽ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് പരിശ്രമിക്കുന്നതിന്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഒരു കാര്യത്തിൽ വ്യാപൃതനാകുന്നതിന് ഷുഗൽ എന്ന് ഉപയോഗിക്കും. മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ എന്താണ്? ശകലത്തിന അംവാലുന വഹലൂന, യുദ്ധത്തിന് വരാതിരുന്നത് ഞങ്ങളുടെ മക്കളും സമ്പത്തുമാണ് കാരണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൃഷി, അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ അവർ ലഹു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ലഹു എന്ന് പറഞ്ഞാൽ പ്രശ്നമാകും. മനസ്സിൽ യുദ്ധം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. യുദ്ധത്തെക്കുറിച്ച് മനസ്സിലുണ്ട്, പക്ഷേ ഞങ്ങൾ ഷുഗലിലായിരുന്നു, ശരീരം കൊണ്ട് ഷുഗലിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഈ വാക്ക് ഉപയോഗിച്ചത്, ലഹു എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്? കാരണം ഒരു മുഅ്മിൻ ചിലപ്പോൾ ശാരീരികമായി ചില ഖൈറുകളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരും, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മഈശത്തിന് വേണ്ടി. പക്ഷെ എന്നാലും അവൻ്റെ മനസ്സ് ഖൈറിലായിരിക്കും, മനസ്സിൽ ഈമാനും അതുപോലെ തന്നെ സ്വാലിഹായ അമലുകളിൽ അതിനോട് ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബദർ യുദ്ധത്തിൽ പുറപ്പെട്ട സമയത്ത് ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് ഗനീമത്ത് കൊടുത്തു, യുദ്ധത്തിന് പോകാത്ത ആളുകൾക്ക്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ മറ്റു ചില സ്വഹാബത്ത്, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ർ കൊടുത്തതാണ് വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി.
അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫിൽ മദീനത്തി അഖ്വാമൻ, മദീനയിൽ ചില ആളുകളുണ്ട്, ചില സഹാബത്തുണ്ട്, മാ അസിർത്തും മസീറൻ, നിങ്ങൾ ഏതൊരു നാട്ടിൽ യുദ്ധത്തിന് പോയാലും ഇല്ലാ കാനു മഅക്കും, അവർ നിങ്ങളുടെ കൂടെയാണ്. മനഅഹും അൽ ഉദ്ർ, അവർക്ക് ചില തടസ്സങ്ങളുള്ളത് കൊണ്ടാണ്, അഥവാ യുദ്ധത്തിന് വരാൻ സാധിക്കാത്ത ആളുകളാണ്, അവർക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലമുണ്ട്. മാസിർത്തും മസീറൻ വലാ ഖതഅത്തും വാദിയൻ ഇല്ലാ കാനു മഅക്കും, അവർ നിങ്ങളെപ്പോലെ തന്നെയാണ് അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ലഹവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ശാരീരികമായി തടസ്സങ്ങൾ കാരണം ചിലപ്പോൾ ചില നന്മകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും, അത് കുറ്റമല്ല. പക്ഷെ ലഹവ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ നിന്ന് മനസ്സ് അശ്രദ്ധയിലാവുക, അതിനോട് ആഗ്രഹം പോലും ഇല്ലാതാവുക എന്നുള്ളത് പ്രശ്നമാണ്. അൽഹാക്കും തക്കാസുർ, തക്കാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ തക്കാസുർ എന്ന് പറയുന്നത് എന്തിലൊക്കെ ഉണ്ടാവാം? സാധാരണ നമ്മൾ ചുറ്റും നോക്കിയാൽ മതി. സമ്പത്തിൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, പിന്നെ പല കാര്യത്തിലും പണ്ട് കാലത്ത് തക്കാസുർ ഉണ്ടായത് ഇന്നില്ല, മാറിയിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിലൊന്നും, ഇതിൻ്റെ തഫ്സീറിലൊക്കെ എല്ലാ മുഫസ്സിരിങ്ങളും പറയുന്ന ഒരു കാര്യമാണെന്ത്, ഫിൽ അംവാലി വൽ ഔലാദി വൻ നിസായി. ഇതിലിപ്പോൾ അംവാൽ മാത്രമേ ഉള്ളൂ അല്ലേ? നിസാ എന്ന് പറയുന്നത് ഹറാമായ കാര്യമല്ല പറയുന്നത്, ഹലാലായ. പണ്ട് കാലത്തൊക്കെ ആളുകൾ 2, 3, 4 ഒക്കെ കല്യാണം കഴിച്ചിട്ട് അതിൽ മത്സരിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ മത്സരിക്കുന്നില്ല, ഇപ്പോൾ അതൊരു കുറ്റമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരമാണ് പിന്നെ സമ്പത്തും സന്താനങ്ങളും. സന്താനം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ അതേ സ്ഥാനത്താണ്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും മനുഷ്യൻ അങ്ങനെ തന്നെ കാണുമായിരുന്നു. ബുദ്ധിയുള്ളവരതിനെ കാണുന്നുണ്ട്. മുസ്ലിം അല്ലാത്ത ആളുകൾ വരെ, ബുദ്ധിയുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മക്കളുണ്ടാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. പക്ഷേ ഇന്ന് ബുദ്ധി കുറവാണ് മനുഷ്യന്മാർക്ക് പൊതുവേ. ബുദ്ധി എന്ന് പറയുന്നത്, അഖ്ല് എന്ന് പറയുന്നതും ദക്കാ എന്ന് പറയുന്നത് രണ്ടാണ് അല്ലേ? പണ്ട് കാലത്തുള്ള ആളുകൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് അഖ്ല് കുറവും ദക്കാവ് കൂടുതലാണ്. ദക്കാവ് എന്ന് പറഞ്ഞാൽ എന്താ? ദക്കാവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യാനുള്ള സ്മാർട്ട്നെസ്, അത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണ് ദക്കിയാണ് അല്ലേ? സ്മാർട്ട് ഫോൺ എന്നല്ല പറയുന്നത്, സ്മാർട്ടാണ്. പക്ഷെ ആക്കലാണോ? ആക്കലല്ല. ഇത് നമ്മൾ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് അവിടെ കിടക്കും, വെള്ളത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നും പറയില്ല. അതാണ് ദക്കാവും ആക്കലും തമ്മിലുള്ള വ്യത്യാസം. അക്കൽ എന്ന് പറയുന്നത് ദക്കാവിനേക്കാൾ വിശാലമാണ്. എന്തായാലും പറയുക, വിവേകം എന്നൊക്കെ പറയുന്ന സംഗതിയാണ് അക്കൽ. ഇപ്പോൾ നമ്മൾ കാണാമല്ലോ, നല്ല വിദ്യാഭ്യാസമുള്ള മക്കളും അക്കലുള്ള മാതാപിതാക്കളും ഉണ്ടാവാറുണ്ട്. നല്ല കൂലിപ്പണി എടുക്കുന്ന വാപ്പയായിരിക്കും, ആക്കലായിരിക്കും. മകന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, വിദ്യാഭ്യാസമുള്ള മകൻ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം വരുമ്പോൾ ആത്മഹത്യ ചെയ്യും. ഇത് അക്കലില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഉപ്പാക്ക് അക്കലുണ്ട്, ദക്കിയായിരിക്കണം എന്നില്ല. അപ്പോൾ ഏതായാലും മക്കൾ എന്നുള്ളത് മനുഷ്യൻ മത്സരിച്ചിരുന്നൊരു കാര്യമാണ് എന്ന് നമ്മളിന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മുശ്രിക്കുകളോട് അള്ളാഹു സംസാരിക്കുന്നത്, അല്ലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് അള്ളാഹു തആല പറയാണ് സൂറത്ത് മുദ്ദസ്സിറിൻ്റെ തുടക്കത്തിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പിന്നെ ഏതാണ് ആയത്ത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക അർജുദ വലാ തംനു തസ്തക്സിർ വലിറബ്ബിക ഫസ്ബിർ ദർനി വമൻ ഖലഖ്തു വഹീദ ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ. മുശ്രിക്കുകളെ കുറിച്ച് പറയാൻ, മക്കയിലുണ്ടായിരുന്ന ഒരു മുശ്രിക്കാണ് ഉദ്ദേശം, എല്ലാ മുശ്രിക്കുകൾക്കും ബാധകമാണ്. നിഷേധികളായ ആളുകളെ കുറിച്ച് പറയുകയാണ്. ദർനി വമൻ ഖലഖ്തു വഹീദ, ഒറ്റയായിക്കൊണ്ട്, ജനിക്കുമ്പോൾ ഒറ്റക്കാണല്ലോ ജനിക്കുന്നത്, അങ്ങനെ ഒറ്റയായിക്കൊണ്ട് ഞാൻ സൃഷ്ടിച്ച ആളുകളാണ്, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്നെയും അവരെയും നീ തനിച്ചു വിടൂ എന്നാണ് പറയുന്നത്. മുശ്രിക്കുകളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ അവരെ ഒറ്റയായി സൃഷ്ടിച്ചു. വജഅൽതു ലഹു മാലൻ മംദൂദ, ധാരാളം സമ്പത്ത് കൊടുത്തു. വബനീന ശുഹൂദ, അതുപോലെ അവൻ്റെ ചുറ്റും ഹാജരായി നിൽക്കുന്ന, സഹായത്തിന് സന്നദ്ധരായി നിൽക്കുന്ന മക്കളെ അവന് നൽകി. അങ്ങനെയൊക്കെ ഞാൻ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തവനാണ്, അതുകൊണ്ട് അവൻ്റെ വിചാരണ ശിക്ഷയൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ അള്ളാഹു അവർക്കൊരു അനുഗ്രഹമായി, അവർക്ക് നൽകിയൊരു അനുഗ്രഹമായി, സമ്പത്തിൻ്റെ തൊട്ട് ഉടനെ പറഞ്ഞ കാര്യമാണ് മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയേണ്ട കാര്യമല്ല യഥാർത്ഥത്തിൽ, പക്ഷേ ഇന്ന് ആളുകളുടെ അവസ്ഥ കുറച്ച് മാറിയതുകൊണ്ട് പറയേണ്ടി വന്നതാണ്. സമ്പത്ത്, സന്താനങ്ങൾ, വീട്, വാഹനം, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ദുനിയാവിൻ്റെ വിഭവങ്ങൾ, അതിലൊക്കെയുള്ള തക്കാസുർ എന്ന് പറയുന്നത് മനുഷ്യനെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ നന്മകളിൽ നിന്ന് തടയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരിക്കും, തക്കാസുർ. അത് നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ തടയും, ഉള്ള നന്മകളിൽ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നമ്മൾ തടയും. ഇപ്പോൾ നിസ്കരിക്കുമ്പോൾ ചിന്ത എന്തായിരിക്കും? നമ്മളെ ഈ മത്സരങ്ങളായിരിക്കും. ഔദു ബില്ലാ, അള്ളാഹ് കാക്കട്ടെ നമ്മളെ.
അപ്പോൾ ദുനിയാവിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് അത് വലിയ അപകടമാണ്. ദുനിയാവിൽ വലിയവനാവാനുള്ള മത്സരം എന്ന് പറയുന്നത്. അല്ലാഹു തആല സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞത് തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദ്. ഭൂമിയിൽ ഉലുവ് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയാണ് സ്വർഗ്ഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അല്ല, സ്വർഗ്ഗം അല്ലാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഞാൻ വലിയവനാകണം എന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി. സമ്പാദിക്കേണ്ട എന്നല്ല, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ സമ്പാദിക്കാം, പക്ഷേ സമ്പത്ത് നമ്മുടെ കയ്യിലായിരിക്കണം. മനസ്സിലാവരുത്, മറ്റുള്ളവനെ തോൽപ്പിക്കാനല്ല, നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനും ഇഫ്ഫത്തോടുകൂടി ജീവിക്കാനും അതുപോലെ നന്മകൾ ചെയ്യാനും, കുടുംബബന്ധം ചേർക്കാനും സ്വതക്ക ചെയ്യാനും ഉമ്മത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ നല്ല നിയത്തുകൾ വെച്ച് സമ്പാദിക്കാം, അത്രയും സമ്പാദിക്കാം. പക്ഷേ മനസ്സിൽ ഒരല്പം പോലും ദുനിയാവ് ഉണ്ടാകാൻ പാടില്ല. കയ്യിൽ കോടികളാവാം, പക്ഷെ മനസ്സിലൊരു രൂപ പോലും പാടില്ല. അങ്ങനെ ആയിരിക്കണം ദുനിയാവിനോടുള്ള ഒരു മുഅ്മിൻ്റെ സമീപനം. മത്സരം എന്നുള്ളത് നമുക്ക് യോജിച്ചതല്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ. അൽഹാക്കും തകാസുർ, ഈ തകാസുർ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മത്സരിക്കാനാണ് പഠിപ്പിക്കുന്നത്. LKG മുതൽ ചെറിയ ക്ലാസ് മുതൽ കുട്ടികളെ മറ്റവൻ്റെക്കാൾ മുകളിലെത്തണം. നീ ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് ഇന്ന നന്മകൾ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒന്നാമതെത്തണം എന്നുള്ളതിന് വേണ്ടി ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒന്നാമതാവാൻ വേണ്ടി ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്, പരിശീലിപ്പിക്കുന്നത്. അൽഹാക്കും തകാസുർ, ഈ തകാസുറിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ സൂക്ഷ്മമായ ചില തകാസുറിൻ്റെ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പല കിതാബുകളും പറഞ്ഞു കാണാം, ഇൽമിൻ്റെ കാര്യത്തിലും ഈ തകാസുർ ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക? ഇൽമിൻ്റെ കാര്യത്തിൽ മറ്റുള്ള ആളെക്കാൾ, തൻ്റെ കൂടെ പഠിക്കുന്നവനേക്കാളും കൂടുതൽ മസലകൾ, കൂടുതൽ സൂക്ഷ്മമായ വിഷയങ്ങൾ എൻ്റെ അടുത്തുണ്ടാവണം. എനിക്ക് ഇൽമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവനേക്കാൾ കൂടുതൽ അവനെ തോൽപ്പിക്കണം ഇൽമുണ്ട് എന്നുള്ളത് അത് ശരിയായ നിലപാടല്ല. അതുപോലെ തന്നെ ഇൽമിൻ്റെ വിഷയത്തിലുണ്ടാകുന്ന മറ്റൊരു തകാസുറിൻ്റെ ഉദാഹരണമാണ് ആവശ്യമില്ലാത്ത ഇൽമ്. വളരെ ഗരീബായ കാര്യങ്ങൾ, ആർക്കും അറിയാത്ത ഇൽമുകൾ നമുക്ക് ഉപകാരമുണ്ടോ? ഇല്ല. നമുക്ക് ഇതിനേക്കാൾ ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ഉപകാരമുള്ളത് തന്നെ ആയിരിക്കും. ഇപ്പോൾ അറബി ഭാഷ, നഹ്വ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അറബി പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഒരാളുടെ അഖീദ ശരിയായിട്ടില്ല, തൗഹീദ് വേണ്ടത്ര പഠിച്ചിട്ടില്ല, അടിസ്ഥാനപരമായ ഫിഖ്ഹിൻ്റെ മസലകൾ അറിയില്ല, പക്ഷേ നഹ്വിൽ ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം നഹ്വ് പഠിച്ചാൽ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അയാൾ സംസാരിക്കുന്നതിൽ തെറ്റി, വായിക്കുന്നതിൽ തെറ്റി, ഇതൊക്കെ പിടിക്കാനും മറ്റുള്ളവരെ പരിഹസിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൽമാണ് ഇൽമു നഹ്വ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പഠിക്കുക. അല്ലെങ്കിൽ മന്തിക്ക്, തർക്കശാസ്ത്രം, അതൊക്കെ അതിൻ്റെ അളവിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഉദ്ദേശം മത്സരമാണെങ്കിൽ, അതുപോലെ അതിനേക്കാൾ പ്രധാനമായ ഇൽമു മാറ്റിവെച്ചിട്ടാണെങ്കിൽ വളരെ അപകടമാണ് ഈ സ്വഭാവം. അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, കാരണം നമ്മൾ ഇൽമിൻ്റെ കാര്യത്തിൽ പിന്നിലാണ്. പക്ഷേ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവാം. അതുപോലെ തന്നെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഹിഫ്ളുണ്ട്, അതിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുക. ചിലപ്പോൾ നേർക്കുനേരെയല്ല, സൂചനകളായിട്ട് ഞാൻ ഇന്ന കിതാബ് പഠിച്ച സമയത്താണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തൻ്റെ അറിവ് പുറത്ത് കാണിക്കുക. ഇതൊക്കെ തകാസുറിൽ പെടും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട്. ഇബാദത്തുകളുടെ കാര്യത്തിൽ ചില ആൾക്കാർ അവനവൻ ചെയ്ത ഇബാദത്ത് അത് പുറത്ത് പറയാൻ ഇതുപോലെയുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കും. അതൊക്കെ ഈ തകാസുറിൻ്റെ സൂക്ഷ്മമായ രൂപങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പുതുതായിട്ടുണ്ടായ രൂപങ്ങളുണ്ട്. എന്താണ്? സോഷ്യൽ മീഡിയ, ലൈക്കും ഷെയറും. കൂടുതൽ ആർക്കാണ് ലൈക്ക് കിട്ടുന്നത്, വ്യൂസ് കിട്ടുന്നത്, അതിനുവേണ്ടിയുള്ള മത്സരങ്ങൾ. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ കച്ചവടം ചെയ്യുന്ന ആളുകളെ കാണാം, അല്ലേ? ദീനിൽ വെള്ളം ചേർക്കുന്ന ആളുകളെ കാണാം. ദഅവത്ത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആളുകളുടെ കയ്യടി കിട്ടാനും കൂടുതൽ ആൾക്കാർ തൻ്റെ സാധനങ്ങൾ, ക്ലിപ്പുകളും പിന്നെ താൻ ഉണ്ടാക്കി വിടുന്ന മെറ്റീരിയലുകളും കാണാൻ വേണ്ടിയിട്ട് ദീൻ വളച്ചെടുക്കുന്നത് കാണാം. ആളുകൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളെ ഒക്കെ വശീകരിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായ കുറേ മസാലകൾ, ആർക്കനുകൂലമായിട്ടാണെങ്കിലും ജനശ്രദ്ധ ആകർഷിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൽ വെള്ളം ചേർക്കുകയും വളച്ചൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ കാണാം. ഇതൊക്കെ ഈ തകാസുറിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കാരണം നമ്മൾ ജീവിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് തന്നെ വോട്ടിനിട്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രക്തത്തിൽ തന്നെ ഇതുണ്ട്. ആരാണ് കൂടുതൽ ആളുകളുള്ളവർ, അവരായിരിക്കും സത്യത്തിൽ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹം പേര് മാറി, അമാൻ ജാമിൻ്റെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സൂറത്ത് മാഇദയിൽ ഖുൽ ലാ യസ്തവി അൽ ഖബീസ് വത്തൊയ്യിബ് വലു അഅജബക കസ്റത്തുൽ ഖബീസ് എന്നുള്ള ആയത്ത്, 100-101 ഏകദേശം 100-ന് ശേഷമുള്ള ഒരു ആയത്താണ് സൂറത്ത് മാഇദയിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം എഴുതിയതെന്ന് വായിച്ച് നോക്കണം. ഖുൽ ലാ യസ്തവി അൽ ഖബീസ് വത്തൊയ്യിബ് വലു അഅജബക കസ്റത്തുൽ ഖബീസ്. അതിൽ അദ്ദേഹം നമ്മുടെ നാട്ടിലെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി
കുറച്ച് വിശദീകരിക്കുന്നുണ്ട്, കുറച്ച് 1-2 പാരഗ്രാഫ്, അതൊന്ന് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ ആളുകളുടെ എണ്ണം എന്നുള്ളത് അത് തക്കാസുറിൻ്റെ മറ്റു രൂപമാണ്. എൻ്റെ കൂടെ കൂടുതൽ ആളുകളുണ്ട് എന്ന് കാണിക്കുക, കൂടുതൽ അനുയായികളുണ്ടായി എന്നുള്ളതിൽ അഭിമാനിക്കുക, അതിനുവേണ്ടി ദീൻ വളച്ചൊടിക്കുക. ഹക്കിൻ്റെ കൂടെ കൂടുതൽ ആളുകൾ വന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് നമ്മൾ ഹക്കിലാണ്, നമ്മുടെ കൂടെ കുറേ ആളുകളുമുണ്ട്, സന്തോഷിക്കാം. പക്ഷേ എപ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ സന്തോഷം ഹക്കിൻ്റെ ബലം കൂടിയതിലാണോ അതോ എൻ്റെ സ്വന്തം ബലം കൂടിയതിലാണോ എന്ന്? നമ്മൾ ഹക്കിൽ വെള്ളം ചേർക്കുമ്പോൾ ഈ ആൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്നുണ്ടോ ഉറപ്പിക്കാം. നമ്മൾ സന്തോഷിച്ചത്, ഇത്രയും കാലം സന്തോഷിച്ചിരുന്നത് ഹക്കിൻ്റെ എണ്ണം കൂടിയതുകൊണ്ടല്ല, ഹക്കിൻ്റെ ആളുകളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല, നമ്മുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല 2 തോട്ടക്കാരെ കുറിച്ച് പറയുമ്പോൾ അതിലൊരാൾ പറയുന്നത് എന്താണ്? അള്ളാഹുൽ വിശ്വസിക്കാത്തൊരു തോട്ടക്കാരനും ഒരു സാധുവായ മുഅ്മിനായ മനുഷ്യനും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ കാഫിർ പറയുന്നത് എന്താണ്? അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറ, ഞാനാണ് നിന്നെക്കാളും പണമുള്ളവൻ, ശക്തരായ സുഹൃത്തുക്കളുള്ളവൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട്, സലഫുകൾപ്പെട്ടൊരു മുഫസ്സിർ, വല്ലാഹി ഹാദാ ഉംനിയത്തുൽ ഫാജിർ, തെമ്മാടികളുടെ സ്വപ്നമാണത്. കുറേ സമ്പത്തുണ്ടാവുക, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ശക്തരായ അനുയായികളും സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ടാവുക, ഒരു ഫാജിറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആളുണ്ടായാൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രധാന കാര്യം എന്താണ്? ഹക്കിലായിരിക്കുക എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹദക്. അൽ ജമാഅ എന്ന് പറയുന്നത് ഹക്കിൽ നിൽക്കുന്ന സംഘം എന്ന് പറയുന്നത് മാ വാഫഖൽ ഹഖ്, ഹക്കിനോട് യോജിച്ചതാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൊതു ബോഡി എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ എന്താ പറയുക, മുസ്ലിം പൊതുസമൂഹം എന്ന് പറയുന്നത്, അൽ ജമാഅ എന്ന് പറയുന്നത് മാ വാഫഖൽ ഹഖ്, ഹക്കിനോട് യോജിച്ചതാണ്. വഇൻ കുൻത വഹദക്, നീ ഒറ്റക്കാണെങ്കിൽ. ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? പിൽക്കാലത്ത് ചില ഭരണാധികാരികൾ വരും, അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ചില ആളുകൾ വരും, അവർ നമസ്കാര വക്തിൽ നിന്ന് തെറ്റിക്കും. മഗ്രിബ് ഇശാൻ്റെ സമയത്ത് നിസ്കരിക്കും, വക്ത് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് താബിഈങ്ങൾക്ക്. നിങ്ങൾ വക്തിന് നമസ്കരിക്കണം, അവരുടെ കൂടെ വേണമെങ്കിൽ സുന്നത്ത് എന്നുള്ള നിയത്തിൽ നിസ്കരിക്കാം, പക്ഷെ ഫർദ് നിങ്ങൾ സമയത്ത് നിസ്കരിച്ചു കൊള്ളണം. അത് പറഞ്ഞപ്പോൾ ജനങ്ങൾക്കെതിരാവുകയോ എല്ലാവരും ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞാണ് അൽ ഹഖു അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ് വഇൻ കുൻത വഹദക്. അതുപോലെ സലഫുകൾ പറഞ്ഞ ധാരാളം അസറുകൾ കാണാം. ഇന്ന നാട്ടിൽ ബാഗ്ദാദിൽ ഫുലാൻ 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 3-4 ആൾക്കാർ പേര് പറഞ്ഞിട്ട് അവരാണ് അവിടുത്തെ അൽ ജമാഅ. അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്, അവരെല്ലാം ബിദ്അത്തിലാണ്, എത്തിസാലും ജഹ്മിയത്തും ഒക്കെയാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അവിടെ ആരാണോ ഹക്കിൽ ഉറച്ചു നിൽക്കുന്നത് അവരാണ് അവിടുത്തെ ജമാഅത്ത്. അതിൽ വിശുദ്ധ ഖുർആനിൽ ഈ കസ്റത്ത് എന്നുള്ള വാക്ക് മദ്മൂമായിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദല്ലൂക അൻ സബീലില്ലാഹ് വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടാണ് കസ്റത്ത്, എണ്ണപ്പെരുപ്പം എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്തൊഴികെ. അതെവിടെയാണ്? ആർക്കെങ്കിലും അറിയാം? ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല അർത്ഥത്തിൽ. അത് നിങ്ങൾ കണ്ടുപിടിക്കും, അടുത്ത ആഴ്ച ഞാൻ ചോദിക്കാം. ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക്. ശരി, അപ്പോൾ ഈ തക്കാസുർ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കൂടുതൽ വേണം എന്നുള്ള ചിന്ത അത് മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അത് ഖൈറിൽ നിന്ന് നമ്മളെ തടയുന്ന കാര്യമാണ്, ഇബാദത്തുകളിൽ നിന്ന് തടയുന്ന കാര്യമാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ. ഇപ്പോൾ മനുഷ്യൻ്റെ ഈ തക്കാസുർ, എനിക്ക് ഇനിയും വേണം, എൻ്റെ അടുത്തുള്ളവനെ തോൽപ്പിക്കണം എന്നുള്ള മത്സര ബുദ്ധി അത് മരിക്കുന്നത് വരെ തുടരും. ഹത്താ സുർത്തുമുൽ മഖാബിർ. സുബ്ഹാനല്ലാഹ്, ഒരു ഹദീസിൽ കാണാം, മനുഷ്യൻ അവൻ വലുതാവും തോറും, അവൻ്റെ പ്രായം കൂടുന്തോറും അവൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ തൂലുൽ അമൽ, അവൻ ഇനിയും ആയുസ് ഉണ്ടാകും എന്ന പ്രതീക്ഷ. ദുനിയാവിനോടുള്ള ആർത്തിയും ഇനിയും തൻ്റെ ആയുസ് കുറേ കാലം കിട്ടുമെന്നുള്ള ആഗ്രഹവും കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വിചാരിക്കും, കുറച്ച് പ്രായമൊക്കെ ആയാലും നമ്മൾ നന്നാവും, ഒരു 40 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ 40 കഴിഞ്ഞവൻ്റെ സ്വപ്നങ്ങൾ 20-ാം വയസ്സിലുള്ള ഒരാളുടെ സ്വപ്നത്തെക്കാൾ കൂടുതലായിരിക്കും. ആഗ്രഹങ്ങൾ വലിയ വലിയ പ്ലാനുകളായിരിക്കും. വയസ്സാവും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. 60-ഉം 70-ഉം ഒക്കെ ആയ ആളുകൾ വലിയ വലിയ കാര്യങ്ങളായിരിക്കും പദ്ധതി ഇടുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, മരിക്കുന്നത് വരെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഇവിടെ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഖാബിർ എന്ന വാക്കിൻ്റെ കൂടെ സുർത്തും, സന്ദർശിക്കുക എന്ന് പറയാനുള്ള കാരണം? ഖബർ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുമോ?
അവിടെ തന്നെ കഴിയാൻ പോകുന്നതല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ഖബറിലുള്ള ജീവിതം താൽക്കാലികമാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമേ ഉള്ളൂ. അതുപോലെ ഖബറിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും പരലോകത്തേക്ക്. അപ്പോൾ അതാണ് ഈ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. ഒരു അറാബി ഈ സൂറത്ത് കേട്ട സംഭവം തഫ്സീറുകൾ കാണാം. അപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ആയത്ത് മരണാനന്തര ജീവിതത്തിനുള്ള തെളിവാണ്. വല്ലാഹി ഇന്ന സായിറ ലയർഹൽ, വിസിറ്റ് ചെയ്യാൻ പോയവൻ എന്തായാലും അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യാനുണ്ട്, അവിടെ നിന്ന് വിട്ടുപോകേണ്ടവനാണ് എന്ന് പറയുകയുണ്ടായി എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ മഖബറ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഒരേയൊരു സൂറത്താണ്, ഒരേയൊരു ആയത്താണിത്, തസുർത്തും അൽ മഖാബിർ. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇതിൻ്റെ തഫ്സീറിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഖബർ സന്ദർശനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണിത്. നേർക്കുനേരെ അല്ലെങ്കിലും, കാരണം മനുഷ്യൻ്റെ ഈ തക്കാസുർ എപ്പോഴാണ് അവസാനിക്കുക? മരിച്ച് ഖബറിലെത്തുമ്പോഴാണ്. അപ്പോൾ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഖബർ പോയി കണ്ടാലും ഈ തക്കാസുർ കുറച്ച് കുറയും, ഇവിടെ എത്താനുള്ളതാണ് എന്നുള്ള ചിന്ത വരുമല്ലോ. ഖുർത്തുബി റഹിമഹുല്ലാ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരാൾക്ക് പാപങ്ങൾ നിർത്താൻ പറ്റുന്നില്ല, അവൻ്റെ മാസിയത്തുകളിൽ നിന്ന് മോചനമില്ല. അങ്ങനെ കുടുങ്ങിയ ആളുകൾക്ക് 3 വഴികൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഒന്ന്, മരണാസന്നരായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കുക. ഇതുപോലെ മരണാസന്നനായി കിടക്കാനുള്ള ആളുകളാണ് നമ്മളൊക്കെ ഒരു ദിവസം. ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാസിയത്തുകൾ ചെയ്യുമോ? നമ്മൾ ചെയ്യുന്ന മാസിയത്തുകളെക്കുറിച്ച് ഈ അവസ്ഥയിൽ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുക? ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എന്തായിരിക്കും നമ്മളെ ചിന്ത? എത്ര നമ്മൾ വിഷമിക്കും? അത് ഓർക്കുക. രണ്ടാമത്തേത് ഖബർ സന്ദർശനം. മൂന്നാമത്തേത് മരണത്തെക്കുറിച്ച് സ്വയം ചിന്തിക്കുക. ഈ 3 കാര്യങ്ങൾ മാസിയത്തുകൾ ഉപേക്ഷിക്കാൻ സഹായിക്കുമെന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഖുർത്തുബി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഹത്ത സുർത്തും അൽ മഖാബിർ. അതുപോലെ തന്നെ ഈ ആയത്തിൽ ഖബർ ശിക്ഷയ്ക്കുള്ള തെളിവുണ്ട്. കാരണം എന്താ? ഖബറിലെത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. ദുനിയാവിൻ്റെ നിസ്സാരതയും ഈ തക്കാസുറിൻ്റെ അപകടമൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്? അവിടെ ചില പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടല്ലേ ഖബറിലെത്തുമ്പോൾ. ഖബറിലൊരു ശിക്ഷയില്ലെങ്കിൽ ഖബറിൽ നല്ല സുഖമാണ്, അല്ലെങ്കിൽ ഒരു ഉറക്കമാണ്. ചില ആളുകൾ പറയുന്ന പോലെ സുഖവുമില്ല, ശിക്ഷയുമില്ല, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വല്ലതും മനസ്സിലാവുമോ? അത് മനസ്സിലാവില്ല. ഖബർ ശിക്ഷ ഉള്ളതുകൊണ്ടാണ് മനസ്സിലാവുന്നത്. ദുനിയാവിലെ ജീവിതം പാഴാക്കി എന്ന് മനസ്സിലാവുന്നത് ഖബറിൽ ശിക്ഷ ഉള്ളതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇമാം ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു. ഖബറിലെ ശിക്ഷയ്ക്കുള്ള തെളിവാണ് ഈ ആയത്ത് എന്നുള്ളത്. ഇപ്പോൾ ഹദീസ് നിഷേധികളായ ആളുകൾ അവർ ഹദീസ് നിഷേധിക്കുന്നതിൻ്റെ ഒരു ഹദീസാണിത്. അവർ നിഷേധിക്കുന്ന ഹദീസുകൾപ്പെട്ട ഒരു വിഭാഗം ഹദീസുകളാണ് ഖബർ ശിക്ഷയെക്കുറിച്ച് പറയുന്ന ഹദീസുകൾ. വളരെ വിചിത്രമായ ന്യായമാണ് അവർ പറയുന്നത്. ഖബറിലെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റഡി മർദ്ദനം. കോടതിയിൽ വിചാരണ ചെയ്യുന്നതിന് മുമ്പായിട്ട് പോലീസുകാർ ജയിലിൽ വെച്ചിട്ട് തന്നെ അടിക്കുന്നത് പോലെയാണ്. കാരണം വിചാരണ പരലോകത്തല്ലേ. എത്രമാത്രം ബുദ്ധിയില്ലാത്തവരാണ് ഇവരെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദുനിയാവിൽ ശിക്ഷകളുണ്ടാവും. അല്ല, ദുനിയാവിൽ പല കാര്യങ്ങളും ഇവരുടെ വൈകാരികമായ ചിന്തയ്ക്ക് യോജിച്ച് വരുമ്പോൾ അവർ ന്യായീകരിക്കുന്നത് കാണാം. ഒരാളിപ്പോൾ ലാലിമായ ഒരാൾ ദുനിയാവിൽ വെച്ചിട്ട് അയാൾക്കൊരു മാരകമായ രോഗം വന്നാൽ ഇവർ പറയും അള്ളാഹ് അവന് ദുനിയാവ് തന്നെ കൊടുത്തു എന്ന് പറയും. അപ്പോൾ അവൻ്റെ വിചാരണ കഴിയണ്ടേ? ഇവരിങ്ങനെ ചിന്തിക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ഹക്കുകളെക്കുറിച്ച് വലിയൊരു റെസ്പെക്റ്റ് അവർ കൊടുക്കുന്നില്ല. മനുഷ്യരുടെ ഹക്കുകളുടെ കാര്യത്തിലാണ് ചിന്ത. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരാൾ നിസ്കരിക്കാതെ നടന്നു, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഹക്കുകൾ വീഴ്ച വരുത്തി നടന്നു, അവനാണ് ഖബറിൽ ശിക്ഷ. ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്നത് നജസിൻ്റെ കാര്യത്തിലാണ്. ഒരു കാരണം നജസിൻ്റെ വിഷയത്തിൽ മൂത്രം വെച്ച് വൃത്തിയാക്കാത്തവർ. എന്തുകൊണ്ടാണ്? നിസ്കാരം ബാത്തിലാവും. അതിൻ്റെ പേരിലാണ് ഖബറിൽ ശിക്ഷ. അതിനോട് അവർക്ക് വലിയൊരു താല്പര്യമില്ല. നേരെ മറിച്ച് ദുനിയാവിൽ കൊള്ളയടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അക്രമികളായ ഭരണാധികാരികൾ, അവർക്കൊക്കെ ഖബറിൽ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും പരാതി ഉണ്ടാവില്ല, നന്നായി എന്നേ പറയുള്ളൂ. അപ്പോൾ ഖബറിൽ ശിക്ഷ എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അത് ഒരായത്തല്ല, ഖുർആനിൽ 3-4 ആയത്തുകൾ ഖബർ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരായത്താണ് ഇത്. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. കല്ല എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു റദ്അന് വേണ്ടി, ഒരു ഭീഷണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. സൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകും. അഥവാ ഈ ഖബറിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ പരലോകത്തെത്തുമ്പോൾ ഈ തക്കാസുറിൻ്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലാകും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ ഈ വരാനിരിക്കുന്ന ഖബർ ജീവിതവും നാളെ മഹ്ശറിലുള്ള അവസ്ഥകളും അതിനുശേഷമുള്ള സ്വർഗ്ഗനരകങ്ങളും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ. എന്താണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ യഖീനിനെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമൊക്കെ വിശദീകരിച്ചത് കാണാം. അറബിയിൽ 3 തരം യഖീനുകളുണ്ട്. 1 ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖുൽ യഖീൻ. എന്താണ് ഇത് 3 തമ്മിലുള്ള വ്യത്യാസം?
ഇത് മൂന്നും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തെളിവുകളോടെ നമുക്ക് ബോധ്യപ്പെട്ടു, ഉറപ്പായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന ഇനം തേൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു തേനിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ തേന് നല്ല മധുരമുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾക്കത് യഖീനായി, ഇൽമുൽ യഖീൻ, തേനിനെ കുറിച്ച് അറിവുള്ള ആളാണ് ഈ പറയുന്നതെങ്കിൽ വിശ്വസിച്ചു. ഇനി അത് കാണുമ്പോഴോ, അത് കണ്ടു, ഈ തേന് കണ്ടു, ആ തേൻ ഒരാൾ കുടിക്കുന്നത് കണ്ടു എന്ന് വിചാരിക്കുക, കുടിച്ചിട്ട് മധുരം രുചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ അയാളെ മുഖത്ത് കണ്ടു, അതാണ് ഐനുൽ യഖീൻ, കണ്ണുകൊണ്ട് കണ്ടു. നമ്മൾ സ്വയം കുടിച്ചാലോ, അതാണ് ഹക്കുൽ യഖീൻ, അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഇവിടെ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ശരിയായ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തക്കാസുർ കാണിക്കുമായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുന്ന ഒരു ഹദീസിൽ, ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അഥവാ പരലോകത്ത് കിട്ടാനിരിക്കുന്ന സ്വർഗ്ഗത്തിലെ സുഖങ്ങളെക്കുറിച്ചും നരകശിക്ഷയെക്കുറിച്ചും ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്ന പോലെ ആർക്കും അറിയില്ല. അത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ലദഹക്തും ഖലീലൻ, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ. വല ബക്കൈത്തും കഥീറൻ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. കരയുമെന്നല്ല, ധാരാളമായി കരയുമായിരുന്നു. അപ്പോൾ ഈ ഇൽമുൽ യഖീൻ, പരലോകത്തെക്കുറിച്ചുള്ള യഖീൻ, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത്, ഈ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. ഈ യഖീൻ ശരിക്കും എപ്പോഴാണ് ഉണ്ടാവുക? നരകം നിങ്ങൾ കാണും. ഈ നരകം കാണുക എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? മുഫസ്സിരിങ്ങൾക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ചിലരത് കാഫിര്യങ്ങൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ല എല്ലാവരും കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കാണും എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. വഇമ്മിൻകും ഇല്ല വാരിദുഹ, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാത്തതായി ആരുമില്ല എന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സിറാത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന രംഗത്തെക്കുറിച്ചാണ് ആയത്തിൽ പറയുന്നത്. അപ്പോൾ നരകം എല്ലാവരും കാണാനുള്ളതാണ്. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, നിങ്ങൾ ഐനുൽ യഖീനായിക്കൊണ്ട് നരകം കാണും, കണ്ണുകൊണ്ട് കാണും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്ന് നിങ്ങൾ സുഖങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ച് അന്ന് നിങ്ങളോട് ചോദ്യം ചെയ്യും. ഈ സൂറത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫായിദയായി ഇമാം റാസിയെക്കുറിച്ച്, ഇമാം എന്ന് പറയുന്നത് തഫ്സീറിൻ്റെ കാര്യത്തിൽ ഇമാമാണ് എന്നുള്ള അർത്ഥത്തിലാണ്, അഖീദയുടെ കാര്യത്തിൽ അവലംബിക്കാൻ പറ്റുന്ന ആളല്ല. റാസി റഹിമഹുല്ലാ ഈ സൂറത്തിൻ്റെ തഫ്സീറിൽ ഒരു ഫായിദ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഉലമാക്കൾക്കുള്ള ഒരു താക്കീതാണ് ഈ ആയത്ത്. നമ്മളാരും ഉലമാക്കളല്ല, പക്ഷേ ഇൽമ് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിലൊരു ഓഹരിയുണ്ട് നമുക്കും. എന്താണത്? ഒരാളുടെ ഇൽമ് അത് ഫായിദയുള്ളതാണോ നാഫി ആണോ എന്നറിയാൻ ഉള്ള മാർഗമാണ്. എന്താണത്? പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, യഖീൻ അയാൾക്കുണ്ടോ? അത് കാരണം ഈ തക്കാസുറിൽ നിന്ന്, ദുനിയാവിൻ്റെ പിന്നാലെയുള്ള മത്സരത്തിൽ നിന്നൊക്കെ അയാൾ വിട്ടു നിൽക്കുന്നുണ്ടോ? അവൻ പഠിച്ച ഇൽമു കൊണ്ട് ഉപകാരമുള്ളൂ. കാരണം ഇവിടെ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ പിന്നാലെ മത്സരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാൾ ശരിയായ ആലിമാണോ എന്നറിയാൻ സ്വയം വിലയിരുത്താനുള്ള വഴിയാണ് എന്ന് റാസി പറഞ്ഞത് കാണാം. എന്താണ് വഴി? ദുനിയാവിനോടുള്ള ആഗ്രഹം എത്രയുണ്ട് എന്ന് നോക്കുക. ഇനി ഈ അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം, പരലോകത്ത് വെച്ച് ഈ നരകം കൺമുന്നിൽ കാണുന്ന ദിവസം നിങ്ങൾ ചോദിക്കപ്പെടും അനിൻ നഈം, സുഖങ്ങളെക്കുറിച്ച്. ഈ ആയത്ത് ഇറങ്ങുന്നത് എവിടെയാണ്? മക്കത്താണ്. ഇജ്മാ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, മക്കിയ സൂറത്താണ്. മക്കത്ത് എന്ത് സുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുന്നതാണ് പറയുന്നത്. എന്ത് സുഖങ്ങളായിരുന്നു മക്കത്ത് ഉണ്ടായിരുന്നത്? ഈ ചോദ്യം ഒരു സഹാബി ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു നഈമിൻ നുസ്അലു അൻഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഏത് സുഖത്തെക്കുറിച്ചാണ് അള്ളാഹ് ചോദ്യം ചെയ്യുന്നത് പറയുന്നത്? അങ്ങനെ ഒരു സുഖമില്ല. വമാ ഹുവ ഇല്ലൽ അസ്വദാൻ, രണ്ട് കറുത്ത സാധനങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത്തമ്രു വൽമാ, ഈത്തപ്പഴവും വെള്ളവും. അറബിയിൽ ഇങ്ങനെ തഗ്ലീബ് എന്ന് പറയും, രണ്ട് സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്നിൻ്റെ പേര് മറ്റേതിനും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ സൂര്യനും ചന്ദ്രനും കൂടി അൽ ഖമറാനി എന്ന് പറയും, രണ്ട് ഖമർ, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനാണ്. അൽ അസ്വദാനി എന്ന് പറയാൻ കാരണം വെള്ളം കറുപ്പായതുകൊണ്ടല്ല, തമ്ര കറുപ്പാണല്ലോ. അപ്പോൾ തമ്രിൻ്റെ കൂടെ എപ്പോഴും വെള്ളം ഉണ്ടാവും, വേറെ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ ഈ തമ്രും വെള്ളവും മാത്രമായിട്ട് നടക്കുന്ന നമ്മളെ അള്ളാഹു ചോദ്യം ചെയ്യുകയോ, എന്ത് നഈമിനെ പറ്റിയാണ് നമ്മളോട് അള്ളാഹ് ചോദിക്കുക എന്നാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വല്ലാഹി ലയകൂനൻ, ചോദ്യം ചെയ്യും എന്നാണ്. വേറെ ഇന്ന നഈമുണ്ട് എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. തമ്ർ മാത്രമല്ല വേറെ സാധനം കൂടി നമ്മുടെ അടുത്തുണ്ടല്ലോ എന്ന് പറയുന്നില്ല, അംഗീകരിക്കുകയാണ്.
അത് സംഭവിക്കും, ആ വിചാരണ ഉണ്ടാകും. ഈ തമ്രും വെള്ളവും ആണെങ്കിലും വിചാരണ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഒരു ഹദീസിൽ കാണാം, ഇമാം തിർമിദിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പല മുഹദ്ദിസീങ്ങളും, ഇമാം ഇബ്നു ഹിബ്ബാൻ, അതുപോലെ ഇബ്നുൽ അറബി, ഷെയ്ഖ് അൽബാനി, ഇവരൊക്കെ സ്വഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു അൽ അബ്ദു യൗമൽ ഖിയാമ, ഒന്നാമതായി അല്ലാഹു തആല ചോദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഈ സുഖങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല പറയും, അലം നുസിഹ്ഹ ജിസ്മക്, നിൻ്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലേ? അതുപോലെ വനുർവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ദാഹം മാറുന്നവരെ കുടിക്കാൻ തന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് മതി വിചാരണക്ക്. ഈ ആരോഗ്യമുള്ള ശരീരവും കുടിക്കാൻ വെള്ളവും കിട്ടിയില്ലേ, അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. അതിന് നന്ദി എന്ത് ചെയ്തു എന്ന് അല്ലാഹു തആല ചോദിക്കും. അതുപോലെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയ ഒരു സംഭവം. വഴിയിൽ വെച്ച് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവർ രണ്ടുപേരും കണ്ടു. അവരോട് ചോദിക്കും, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സാഅ, ഈ അസമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്താണ് കാരണം? അവർ പറയും, അൽ ജൂഉ യാ റസൂലല്ലാഹ്, വിശപ്പാണ് കാരണം, വിശന്നിട്ട് ഉറക്കം വരുന്നില്ല, പുറത്തിറങ്ങി നടന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാനും ഇക്കാരണം കൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയത്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ അവർ ഒരു സഹാബിയുടെ വീട്ടിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത് അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലതുസ് അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഈ നഈമിനെ കുറിച്ച്, സുഖത്തെക്കുറിച്ച് ഖിയാമത്ത് നാൾ ചോദ്യം ചെയ്യപ്പെടും. എന്താണ് ഈ നഈം എന്ന് പറയുന്നത്, സുഖം എന്ന് പറയുന്നത്? അഖ്റജകുമാ മിൻ ബൈതികുമാ അൽ ജൂ', വിശപ്പ് കാരണം നിങ്ങൾ പുറത്തിറങ്ങി. വലം തർജിഅ ഹത്ത അസാബക്കും ഹാദൻ നഈം, ഈ ഭക്ഷണം അത് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്, വിശന്നുകൊണ്ട് തന്നെ തിരിച്ചു പോകേണ്ടി വന്നില്ല. ഇതിനെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇവരോട്, ഇവർ ചെയ്തതൊരു ത്യാഗമാണ്, അല്ലെ, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്, ധാരാളം സ്വതക്ക ചെയ്തവരാണ്, അപ്പോൾ ദീനിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഇത്രയും സംഭാവനകൾ ചെയ്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പട്ടിണിയായിപ്പോയത് എന്ന് പറഞ്ഞാൽ അവർ അഭിനന്ദിക്കുകയല്ല. അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം എന്നാലും നമ്മൾ എത്ര ചെയ്താലും എത്ര ത്യാഗം സഹിച്ചാലും അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് വലുത്. അതിനെക്കുറിച്ചുള്ള വിചാരണയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സൂറത്തിൻ്റെ ചുരുക്കം ഇതാണ്. അമലുകളിൽ നിന്ന് നമ്മെ തടയുന്ന കാര്യം, നമുക്ക് അശ്രദ്ധയുണ്ടാക്കുന്ന കാര്യം, അത് ദുനിയാവിനോടുള്ള ആർത്തിയും ദുനിയാവിൻ്റെ കാര്യങ്ങളുള്ള മത്സരവുമാണ്. ആ മത്സരബുദ്ധി മാറ്റിവെക്കുക. ദുനിയാവ് സമ്പാദിക്കേണ്ട എന്നല്ല, ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള മത്സരബുദ്ധി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. അതുപോലെ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതിന് നന്ദി കാണിക്കുക. അതിനെക്കുറിച്ച് വിചാരണയുണ്ട്, നാളെ അള്ളാഹു അത് ചോദ്യം ചെയ്യും എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാം. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ പച്ചവെള്ളവും അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരവും അത് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ വേറെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. അതിന് നന്ദിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ, 5 നേരം നമസ്കരിക്കുക, അതാണ് ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ, ഒരു ദുഹാ നമസ്കാരം, അല്ല, ദുഹാ നമസ്കരിച്ചാൽ ശരീരത്തിലെ എല്ലാ അസ്ഥികൾക്കുമുള്ള നന്ദിയായി എന്നാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമല്ലോ എന്ന ചിന്ത ഉണ്ടാകണമെങ്കിലുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫലു മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, മുകളിലുള്ളവരെ നോക്കാതിരിക്കുക. നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കിയാണ് നടക്കുന്നത്. താഴെയുള്ളവർ നോക്കുക, നമ്മേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളെ, നമ്മേക്കാൾ ബുദ്ധിമുട്ടുന്ന ആളുകളെ നോക്കുക. അങ്ങനെയുള്ള ആളുകളെ നോക്കിയാൽ ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ പുച്ഛിക്കാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മെക്കാളും മോശമായ അവസ്ഥയിലുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് പുച്ഛം തോന്നില്ല. അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ മഫ്ഹൂം എന്താണ്? അതിൻ്റെ ഒരു വിപരീതാർത്ഥം, മുകളിലുള്ളവരെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് പുച്ഛം തോന്നും. എന്താ ഇത് എന്ന് തോന്നും നമുക്ക്. നേരെ മറിച്ച് താഴെയുള്ളവരെ നോക്കിയാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് വലുതായിട്ട് തോന്നും. ദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പുച്ഛിക്കാതിരിക്കാൻ അതാണ് നല്ലത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വലുതായിട്ട് കാണുക. അതെന്താണെങ്കിലും അത് വലുതാണ്. നമ്മളങ്ങനെ തക്കല്ലുഫായിട്ട് കഷ്ടപ്പെട്ട് വലുതായിട്ട് സങ്കല്പിക്കുന്നതല്ല, യഥാർത്ഥത്തിൽ അത് വലുത് തന്നെയാണ്. അല്ല, നമുക്ക് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്, അതിൽ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ പരാതി പറയുന്ന ഒരു കാര്യം, അതേ വിഷയത്തിൽ നമ്മേക്കാൾ മോശമായ അവസ്ഥയിലുള്ള ആളുകൾ നമ്മുടെ ഈ അവസ്ഥ വലുതായിട്ട് കാണുന്നവരാണ്. ഇത് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ, അത് ആഗ്രഹിക്കുന്ന
ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ടാവും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് അതിന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ വിജയമാണ്. വഖലീലും മിൻ ഇബാദി അഷ്ശകൂർ, നന്ദിയുള്ളവർ വളരെ കുറവാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ഇതാണ് ഈ സൂറത്തിൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.